സുമിയുടെ കല്യാണം ഉടനെ കാണും. അതാന്ന് തോന്നുന്നു പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. ഏറ്റുമാൻ ടൗണില് എന്നെ പറ്റി പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റുമാനൂരോ? ഞാൻ വരുന്ന സമയം പോകുന്ന സമയം ഒക്കെ. പിന്നെ അന്ന് ആ തല്ലുണ്ടായ ദിവസത്തെ പറ്റി അന്വേഷിച്ചു. എന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം എനിക്ക് അറിഞ്ഞൂടാ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അന്ന് തല്ലുണ്ടായ സമയം സ്റ്റീഫൻ ചേട്ടൻ ബസ് സ്റ്റാൻഡിലുണ്ടാകും. അപ്പൊ ശരി, നാളെ കാണാം. സുമിയുടെ പുറയുള്ള നടപ്പ് നിർത്തുവല്ലടാ. നിന്റെ ഒടുക്കത്തെ പ്രേമം കാരണം ഈ വേണ്ടാത്ത പൊല്ലാപ്പൊക്കെ. ഇപ്പൊ എന്റെ പ്രേമാണോ കുറ്റം? അപ്പൊ നിങ്ങൾ ചെയ്തോ? ഞങ്ങൾ എന്ത് കാണിച്ചെന്ന്? കിട്ടിയ സ്വർണം മൊത്തം അപ്പാപ്പന് കൊടുത്തില്ലേ? ആനി, ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നാട്ടുകാർ നോക്കുമ്പോ അയ്യോ എന്തൊരു പാവങ്ങൾ. ദേ, ഒന്നിച്ചാണ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒന്നിച്ചന്നെ അനുഭവിക്കും. എന്റെ പൊന്നു ബേസിൽ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഒന്ന് സമാധാനിച്ചേ. അപ്പാപ്പ പറഞ്ഞനുസരിച്ച് 2-3 ദിവസത്തിനുള്ള ആദ്യത്തെ കാശ് കിട്ടും. അത് നീ എടുത്തോ. നീ ഇപ്പൊ ചെല്ല്. വയസ്സായില്ലേ സാറേ, ഞാനിതൊക്കെ നിർത്തി. സ്റ്റീഫൻ, ഈ കലണ്ടർ നോക്കിയിട്ട് കഴിഞ്ഞൊരു മാസം ഓരോ ദിവസം നിങ്ങൾ എവിടേക്കായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയണം. എനിക്ക് തെങ്കാശിയിൽ വെൽഡിംഗ് വർക്കുണ്ട് സാറേ. ഒരു മാസം മുഴുവനോ? ശരി. ഈ ഞായറാഴ്ച നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കൊല്ലത്തായിരുന്നു സാറേ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അളിയൻ. എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്താ സാറേ? ഈ ഞായറാഴ്ചയോ? തെങ്കാശിയിലായിരുന്നു. തെങ്കാശിയിൽ. ഉറപ്പാണോ? ആ, ഈ ഞായറാഴ്ച ഞങ്ങൾ റെഡിയായിരിക്കും. അതായത് കവലയിൽ എത്തിയിട്ടുള്ള 4ാമത്തെ ആഴ്ച. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന അപ്പാപ്പയെ ബേസിൽ ഓട്ടോയുടെ പുറകെ കിടത്തിയിട്ട് വേണം വരെ കൊണ്ടുവരാൻ. എന്താ ഞാൻ ബസ് സ്റ്റാൻഡിൽ പത്രം എടുക്കുന്നതിനടുത്തായിട്ട് ഓട്ടോ നിർത്തിയിട്ടാക്കാം. ഇവനെ അവിടെ കണ്ടില്ലെങ്കിലോ എനിക്കെന്തെങ്കിലും ഡൗട്ട്സ് വന്നില്ലോ ഞാൻ അവിടെ നിന്ന് മുങ്ങും. ഇനി എന്തെങ്കിലും കാരണവശാൽ അന്ന് നടന്നില്ലെങ്കിൽ ഞങ്ങളൊരു പോസ്റ്റ് കാർഡ് അയക്കും. അതായിരിക്കും അടുത്ത ഡേറ്റ്. സൂക്ഷിച്ചു നോക്കിയോ? ഇതാണോ തെങ്കാശി? അത് സാറേ, ഞാനും അളിയനും കൂടി തെങ്കാശിയിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോൾ. ഹലോ. ഇത് വെമ്പളി പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്. ആ സർ. നിങ്ങൾ രണ്ടുപേരും അരമണിക്കൂറുള്ളിൽ സ്റ്റേഷനിലെത്തണം. ശരി സർ. അരമണിക്കൂറിൽ സ്റ്റേഷനിലെത്തണം. എന്താ പറയാ? കള്ളനെ കിട്ടുന്ന കേട്ടത്. തിരിച്ചറിയൽ പരേന് വേണ്ടിയാ നമ്മളെ വിളിപ്പിച്ചേ. സതീശൻ മുണ്ടക്കുന്ന സാർ നമസ്കാരം. സതീശൻ മെമ്പറേ, ഈ നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കവലയിലോ
മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നോക്കി. സൂക്ഷിച്ച് നോക്കിക്കോ. ഇല്ല സാർ, കണ്ടിട്ടില്ല. ഉറപ്പാണോ? ഇല്ല സാർ. അടുത്ത ആളെ വിളി. ഓ ഇല്ല സാർ. ബേസിൽ ബേസിലേ, ഈ നിൽക്കുന്ന ആരെങ്കിലൊക്കെ നിനക്ക് അറിയാമെന്ന് നോക്കി. ഇല്ല സാറേ, കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ശില്പ ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ആളെ വിളി. ആനെ ആനി, ഈ നിൽക്കുന്ന ആരെങ്കിലും കടയുടെ പരിസരത്തോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ഉറപ്പാണോ? എന്താണ് അടവർക്കരുത് കേട്ടോ. വെളച്ചിൽ വേണ്ട വേണ്ട സാറേ, എഴുതേക്കട സാറേ. വിളിക്കെന്തോ നേരത്തെ കിടന്നുള്ള എഴുന്നേറ്റേ. ചുമ്മാരി സാറേ ഒന്നും സാർ മതി മതി സാർ. അവൻ്റെ അടവാ സാറേ ഇത്. ആംബുലൻസ് വിളിക്കണോ? ശരി സാർ. ഓക്കെ, ചുമ്മാരെല്ലാം പുറത്തിറങ്ങി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യ്. വിളിക്കുന്നു സാർ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ. പ്രശ്നമായി സാറേ. ഹലോ, സ്റ്റേഷനിലേക്ക് ഒരു ആംബുലൻസ് വിടാം. കറിയച്ചോ വന്നേ. സൈഡ് പൊക്കോട്. സാർ, സ്റ്റീഫൻ്റെ ബോഡി വിട്ടു കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. വിക്ടർ, യെസ് സാർ. നമുക്കിതൊരു ഡെഡ് എൻഡ് ആവരുത്. ഹലോ, നമസ്കാരം സാർ. എന്തായി? സാർ, നാച്ചുറൽ ഡെത്താണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഒരു പ്രസ് റിലീസ് കൊടുത്തേക്കൂ. സാർ. സസ്പെക്ട് എന്ന് മാത്രം മതി. ഓക്കെ സാർ. ശരി. സ്റ്റീഫൻ്റെ കോൾ റെക്കോർഡ്സ്, പാസ്റ്റ് ആൻഡ് റീസെൻ്റ് അവർ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്യണം. യെസ് സാർ. ആൾ മരിച്ചുവെങ്കിലും അയാൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ലീഡ്. സാർ. പിന്നെ പ്രസ് റിലീസിൻ്റെ ഒപ്പം ആളുടെ ഫോട്ടോ കൂടി കൊടുത്തേക്കാം. ഓക്കെ സാർ.